നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 22. അങ്ങനെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ നേട്ടം കൈവരിക്കുവാനായെങ്കിലും ഉച്ചതിരിഞ്ഞ് മാർക്കറ്റ് ദുർബലപ്പെടുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. കൂടാതെ ഇന്ന് നിഫ്റ്റി 4 തവണയാണ് 23,800 എന്ന ശക്തമായ റെസിസ്റ്റൻസ് ലെവൽ ടെസ്റ്റ് ചെയ്യപ്പെടുകയും ഉണ്ടായത്. ഈ മാസം 11-ാം തീയതിക്ക് ശേഷം ഇതാദ്യമായിട്ട് ഇന്ന് നിഫ്റ്റിക്ക് 23,700 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. നേരിയതാണെങ്കിലും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും തുടർന്നങ്ങോട്ട് മാർക്കറ്റിന് നേട്ടം കൈവരിക്കുവാനുമായി. തൽഫലമായി ഇന്ന് നിഫ്റ്റിക്ക് 23,800 എന്ന ലെവൽ മറികടക്കാനായെങ്കിലും 23,835 എന്ന ലെവലിൽ ശക്തമായ റെസിസ്റ്റൻസും നേരിട്ടു. പിന്നീട് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ശേഷം മാർക്കറ്റിൽ വീക്ക്നെസ് തന്നെയായിരുന്നു പ്രകടമായിരുന്നതും. മാത്രമല്ല ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ലോയും. തൽഫലമായി 64 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ നിഫ്റ്റിക്ക് സാധിച്ചപ്പോൾ സെൻസെക്സിന് 231 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 1.25% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ട്രെൻഡ്, ശ്രീറാം ഫൈനാൻസ്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ മാക്സ് ഹെൽത്ത് കെയർ, സൺ ഫാർമ, ITC, ONGC, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1,563 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ 1,385 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് നിഫ്റ്റി ബാങ്കിന് ശക്തമായ നേട്ടം കൈവരിക്കുവാനായപ്പോൾ ഹെൽത്ത് കെയർ, മീഡിയ തുടങ്ങിയ മേഖലകൾക്ക് പ്രഷർ അനുഭവപ്പെടുകയും ചെയ്തു. ഇന്ത്യൻ രൂപയ്ക്ക് ഇന്നലത്തെ പോലെ തന്നെ ഇന്നും US ഡോളറിനെതിരെ ശക്തമായ നേട്ടം കൈവരിക്കുവാനുമായി. തൽഫലമായി 40 പൈസയുടെ അഥവാ 0.41% നേട്ടത്തോടുകൂടി 95.64 എന്ന ലെവലിലാണ് ഇന്ന് ഇന്ത്യൻ രൂപ US ഡോളറിനെതിരെ വ്യാപാരവും അവസാനിപ്പിച്ചത്. ഇന്ന് പതിവിന് വിപരീതമായിട്ട് മാർക്കറ്റിന്റെ ആദ്യഘട്ടത്തില് മാർക്കറ്റ് ശക്തമായി മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യ വിക്സിലെ ഇൻട്രാഡേ ബേസിസിൽ ഏകദേശം 5% ഉയർച്ച അനുഭവപ്പെട്ടു. മാർക്കറ്റ് മുകളിലേക്ക് ഉയർന്നോറും വിക്സിലും ഉയർച്ച തന്നെയാണ് അനുഭവപ്പെട്ടതും. തൽഫലമായി 19 എന്ന ലെവൽ ഇൻട്രാഡേ ബേസിസിൽ ഇന്ന് ഇന്ത്യ വിക്സിന് മറികടക്കേണ്ടതായിട്ട് വന്നെങ്കിലും ഉച്ചതിരിഞ്ഞ് ഇന്ത്യ വിക്സിന് കൂൾ ഓഫ് ആകാനും സാധിച്ചു. തൽഫലമായി 0.5% ഉയർച്ച ഇന്ത്യ വിക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. 17.91 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യ വിക്സ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. നിഫ്റ്റി ITയില് ഇന്ന് 0.25% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ബോർഡർ മാർക്കറ്റ്സിൽ നിന്നും മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. നിഫ്റ്റി മിഡ് ക്യാപ്പിന് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് നേരിയ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ ഒരു നേട്ടത്തിലേക്ക് ആദ്യഘട്ടത്തിൽ നയിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റുകൾക്ക് നേരിയ തോതിലാണെങ്കിലും പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായി. കൂടാതെ ഇന്ന് യൂറോപ്യൻ മാർക്കറ്റ്സിലും ഏഷ്യൻ മാർക്കറ്റ്സിലും എല്ലാ മാർക്കറ്റുകളും ഒരേപോലെ തന്നെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും അവസാനിപ്പിക്കുകയും ഉണ്ടായത്. തൽഫലമായി ഗ്ലോബൽ ക്യൂസിൽ അനുഭവപ്പെട്ട ശക്തമായ പോസിറ്റീവ്നെസ്സും തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ നേട്ടം കൈവരിക്കുവാനായതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണം ചെയ്തപ്പോൾ ഇതിനെല്ലാം പുറമെ ഇന്ന് രാവിലെ നമ്മൾ കണ്ടിരുന്നു ഇറാന്റെ യുറേനിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾക്ക് അമേരിക്കയുടെ ഭാഗത്ത് നിന്നും മങ്ങലേറ്റു എന്നുള്ള സൂചനകൾ വന്നെങ്കിലും ഈ റിപ്പോർട്ടുകളൊക്കെ ശരിയല്ലെന്നുള്ള വിലയിരുത്തലുകളും വന്നു. മാത്രമല്ല US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ ഇറാനുമായിട്ടുള്ള USന്റെ നയതന്ത്ര ചർച്ചകൾ ക്രിയാത്മകമായ ദിശയിലാണെന്നുള്ള പ്രസ്താവന നടത്തി. എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയില് അമിത ശുഭാപ്തി വിശ്വാസം തങ്ങൾ പുലർത്തുന്നില്ലെന്നുള്ള പ്രസ്താവന ഇതിനൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തെങ്കിലും US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രസ്താവനയെ തുടർന്ന് ജിയോ പൊളിറ്റിക്കൽ കൺസേൺസിന് നേരിയ തോതിലാണെങ്കിലും അയവ് വരുത്തുവാനും ഇടയാക്കി. ഇതിനെല്ലാം പുറമെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സ്പെസിഫിക് ആയിട്ട് സഹായിച്ച മറ്റൊരു ഘടകം, എസ്പെഷ്യലി ഇന്ന് നിഫ്റ്റി ബാങ്കിനൊക്കെ 1% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായിച്ചത് എസ്പെഷ്യലി വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമായതിനു ശേഷം US ഡോളറിനെതിരെ ശക്തമായ ദുർബലത നേരിടേണ്ടി വന്ന ഇന്ത്യൻ രൂപയെ രക്ഷിക്കുവാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ്
ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും സൈക്ലിക്കൽ ആയിട്ടുള്ള നിരക്ക് വർധനവ് പരിഗണിക്കുന്നില്ലെന്നുള്ള റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നു. തൽഫലമായി ഇന്ന് നിഫ്റ്റി ബാങ്കിലുള്ള ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ HDFC ബാങ്കിനും ICICI ബാങ്കിനും 2% നേട്ടം കൈവരിക്കുവാനുമായി ഇത് ബാങ്ക് നിഫ്റ്റിയെ 1.25% ഉയർത്താനായിട്ടും സഹായിച്ചു. അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് വന്ന ഈ ഒരു റിപ്പോർട്ടും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ വലിയ ഊർജ്ജം തന്നെ പകരുകയും ചെയ്തു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ശക്തമായ ഒരു നേട്ടം കൈവരിക്കുവാൻ ഒരു ഘട്ടത്തിൽ സാധിച്ചത്. എന്നാൽ 23,800 എന്ന ബാലികേറ മലയിൽ നിന്നും നേരിടേണ്ടി വരുന്ന ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്നും വളരെ പ്രകടം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ബുക്കിംഗും ഒരു ഘട്ടത്തിൽ ഇന്ത്യ വിക്സിൽ അനുഭവപ്പെട്ട ഉയർച്ചയും കൂടാതെ മറ്റുള്ള ടെക്നിക്കൽ റീസൺസും ഒരു പരിധിവരെ ആ നേട്ടങ്ങൾ ചോർന്നു പോകുവാനും ഇടയാക്കി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 0.5% അഥവാ 140 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ 0.5% നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ പക്ഷേ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 2.25% ഉയർച്ചയോടുകൂടി $105.41 ക്രൂഡ് ഓയിലിന്റെ വില 2.12% ഉയർച്ചയോടുകൂടി $98.39 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. $4,526.14 പെർ ഔൺസ് എന്ന നിലയിലായിട്ടും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. RVNL 244 കോടി രൂപയുടെ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ പദ്ധതിക്ക് ഏറ്റവും കുറഞ്ഞ ബിഡ് കമ്പനി സമർപ്പിച്ചു. സുസ്ലോൺ എനർജി സൺഷ്യൂർ എനർജിയിൽ നിന്നും 195 മെഗാവാട്ടിന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓർഡർ കമ്പനിക്ക് ഇന്ന് ലഭിച്ചു. 361 വാം ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സബ്സിഡിയറിയായ 361 അസറ്റ് മാനേജ്മെന്റ് ലിമിറ്റഡിന് ഓഫ്ഷോർ ഫണ്ടുകൾ, ഇൻഷുറൻസ്, പെൻഷൻ ഫണ്ടുകൾ എന്നിവയിലേക്കുള്ള സേവനങ്ങൾക്കായിട്ട് സെബിയിൽ നിന്നും നോ ഒബ്ജെക്ഷൻ ലെറ്റർ ലഭിച്ചു. KSR ഇന്ത്യ 160 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ജൂബിലന്റ് ഫാമോവ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ഓഫ് കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റില് ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും റവന്യൂവില് 19% ഉയർച്ചയും രേഖപ്പെടുത്തി. 5 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. കിംസ് നെറ്റ് പ്രോഫിറ്റില് 58.2% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 35.3% വർധനവും രേഖപ്പെടുത്തി. 3M ഇന്ത്യ നെറ്റ് പ്രോഫിറ്റില് മൾട്ടിഫോൾഡ് ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറില് 71.4 കോടി രൂപയിൽ നിന്നും ഇത്തവണ 215 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തിയപ്പോൾ റവന്യൂവിൽ 17% വർധനവും രേഖപ്പെടുത്തി. കൂടാതെ 160 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഫൈനൽ ഡിവിഡൻഡും സ്പെഷ്യൽ ഡിവിഡൻഡ് ആയിട്ട് 346 രൂപ പെർ ഷെയർ എന്ന നിലയിലും പ്രഖ്യാപിച്ചു. സോ ടോട്ടലായിട്ട് 506 രൂപയുടെ ഡിവിഡൻഡും പെർ ഷെയർ എന്ന നിലയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. സൺഫാർമ നെറ്റ് പ്രോഫിറ്റില് 26%, റവന്യൂവില് 12.8% വർധനവ് രേഖപ്പെടുത്തി. ഇലക്ട്രോണിക്സ് മാർട്ട് നെറ്റ് പ്രോഫിറ്റില് 50%, റവന്യൂവില് 15% വർധനവ് രേഖപ്പെടുത്തി. SMS ഫാർമ നെറ്റ് പ്രോഫിറ്റില് 61%, അതേസമയം റവന്യൂവില് 4% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.